ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കീഴിലെത്താൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു 800 കൊണ്ട് നമ്മൾ ഓഫ് റോഡ് പോകാനാണെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരും ഇതേപോലെ അനുകരിക്കാനും ശ്രമിക്കരുത്. നമ്മൾ അത് വളരെ സേഫ്റ്റിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചാനൽ ഇത് ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും അപകടങ്ങൾ വരാൻ ഒരുപാട് സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതുപോലൊന്നും ആരും വണ്ടി ഓടിക്കാൻ അതൊന്നും ശ്രമിക്കരുതെന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. കണ്ടിട്ടാരും ഇങ്ങനെ ശ്രമിക്കരുത്. അതുകൊണ്ട് ഒരുപാട് എന്താ പറയുക, ഒരുപാട് നന്നായിട്ട് നമ്മൾ നോക്കി കണ്ടൊക്കെ വേണ്ടത് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഓഫ് റോഡിന് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. മാരുതി 800 നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഒരുപാട് വലിയ ഓഫ് റോഡും കാര്യങ്ങളൊന്നുമല്ല, സാധാ രീതിയിൽ തന്നെയാണ്. മഴയുണ്ട്, അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട്. ഇങ്ങനെ കയറ്റം കയറാനും ഇറങ്ങാനും ഒക്കെ. അപ്പോൾ ഇത് ശരിക്കും നമ്മളിത് പ്ലാൻ വിട്ട് ചെയ്തല്ല. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്കാണ് നമ്മളിത്. അപ്പോൾ അവിടെ പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പോയതല്ല. നമ്മൾ അവിടെ പോകുന്ന വഴി, അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിക്കാണ് ഈ സംഭവം. ഇങ്ങനെ നമുക്കിങ്ങനെ ഇതുവഴിക്കിടയ്ക്ക് പോകണേ ഞങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ പോയപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ ചെയ്താണ്. അല്ലാതെ ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പോയതൊന്നുമല്ല. അപ്പോൾ നേരത്തെ റോഡിൽ അവിടെ ചെളിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് കാണുന്നത്. ഒരുപാട് ചെളിയൊക്കെ ഉണ്ട്, ഒരുപാടില്ലെങ്കിൽ കുറച്ച് നല്ല കാട്ടിൻ്റെ ഉള്ളിൽ നമ്മളിത് പോകണേ. അപ്പോൾ തന്നെ കാണാനൊക്കെ അധികം ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ. നല്ല രീതിയിൽ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ 800 പോകണ ഒരു വഴിയിൽ തന്നെയാണ് പോകണത്. പക്ഷെ അപ്പോൾ അങ്ങനെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ ഭയങ്കര കല്ലൊക്കെ ഉള്ളൊരു ചാടിയും പൊങ്ങിയൊക്കെ പോകണേ അതിലൂടെ. അപ്പോൾ അവർ വീട്ടിലേക്ക് പോകണ വഴിയാണ്. നമ്മൾ അതുവഴി പോയപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തതാണ്. അത് നല്ലൊരു മലയാണ്. അപ്പോൾ നമ്മൾ ആ മലയുടെ മുകളിലൊക്കെ മണ്ടയ്ക്ക് കയറിയൊക്കെ നിന്നാണ് വീഡിയോ എടുത്തേക്കുന്നത്. അവിടെ കുറച്ച് വെള്ളം ഒക്കെ കിടക്കുന്നുണ്ട്, ചെളിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമ്മൾ ചാടിച്ചിങ്ങനെ കടന്നു പോയെന്നുള്ളൂ. അപ്പോൾ അതൊരു വീഡിയോ എടുത്തതാണ്. അത്യാവശ്യം ഇവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് മഴ പെയ്തുകൊണ്ടിരിക്കണേ. മഴയടുത്താണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തത് തന്നെ. മഴയും തണുപ്പും മഞ്ഞും എല്ലാം കൂടി വന്നുകൊണ്ട് നമുക്ക് അന്നേരത്ത് ഒരു വീഡിയോ എടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ ഒരു കയറ്റം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നതാണ്. ഇപ്പോൾ കയറ്റത്തിലേക്ക് തന്നെ ഉള്ളൂ. അവിടെ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. അവിടെ വരുന്ന വഴിയൊക്കെ നമ്മൾ വണ്ടി ഇങ്ങനെ കയറി വരുന്ന ഭാഗമൊക്കെ കാണുന്നത്. ഒരു പൊക്കത്തുള്ള വഴിയുണ്ടാവും. ഒരു പൊക്കത്താണത്. അതിൻ്റെ ചരിവിൽ നമ്മൾ വരുന്നത്. അപ്പോൾ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വഴിയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നല്ല പച്ചപ്പുള്ള പ്രദേശമാണ്. പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോൾ അവിടെ നിന്ന് ഒരു പൊക്കത്തിലൊരു കയറ്റമാണ്. പക്ഷെ അതിലൂടെ നമുക്ക് കയറാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല പൊക്കമുണ്ട് അവിടെ. ആ വഴി അതിലൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ച് വരാനുള്ള ഇതാണ് അവിടെ നിന്ന്. മലയുടെ മേളിലേക്ക് നമുക്ക് കയറി വരാം. അവിടെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരണം. നമുക്ക് വഴി അങ്ങോട്ടും വരെ ഉള്ളു, പിന്നെ അങ്ങോട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വരാനുള്ള ഇതാണ്. അവിടെ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിർത്തിയിട്ട് വണ്ടിയുടെ കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ നല്ല സ്ഥലമായതുകൊണ്ട് നല്ല പച്ചപ്പെല്ലാം കാണാൻ, നല്ല പച്ചപ്പും നല്ല ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ എടുത്തു. അത്യാവശ്യം നമുക്ക് വേണ്ട കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ അവിടെ നിർത്തി തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് നമ്മളിപ്പോൾ യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ അന്നേരമാണ് നമുക്കിങ്ങനെ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു വീഡിയോ ചെയ്തതാണ്. എല്ലാവരും കൂടെ ഉണ്ട്, കുട്ടികളുമുണ്ട്, വൈഫൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ട്രിപ്പ് പോയപ്പോൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നല്ല സ്ഥലമായിരുന്നു. പച്ചപ്പായിരുന്നു, മൊത്തം നല്ല പച്ചപ്പായിട്ട് പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നു.
അവിടെ നിന്ന് മേളിലേക്ക് കയറാനായിട്ടൊരു വഴിയുണ്ട്. അതിലൂടെയാണ് ഓഫ് റോഡായിട്ട് പോകണം. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കൊണ്ട് നമ്മുടെ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഒരു ഓഫ് റോഡ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത്ര വലിയ ഓഫ് റോഡും കാര്യങ്ങളൊന്നും അല്ലാതെ ഒന്നുകൂടി അല്ല. എന്നാലും നമ്മുടെ വണ്ടി ചെറിയ വണ്ടി ആയത് നമുക്ക് അതുകൊണ്ട് പോകുന്നൊരു കട്ടറും കുഴിയും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓഫ് റോഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ തിരിച്ചു പോരാണ്. പുല്ലാണ് അവിടെയൊക്കെ. അവിടെ നിർത്തി അവിടെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അവിടെ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോയ്ക്ക് പോസ്റ്റൊക്കെ ചെയ്ത് അവിടെ നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോരേണ്ടത്. അവിടെ നിന്ന് ദൂരേന്ന് വരുന്ന ഭാഗമാണ് കാണുന്നത്. അവിടെ നിന്ന് പറഞ്ഞാൽ ചെളിയുടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ഭാഗമാണ്. ആ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചെളിയൊക്കെയാണ്. അപ്പോൾ നമ്മളവിടെ ദൂരേന്ന് വന്നൊരു വീഡിയോ എടുത്താണത്. അതുകൊണ്ട് ദൂരേന്ന് വരുന്ന ഭാഗമാണ് കാണുന്നത്. നമ്മൾ അവസാനക്കിട്ടാണ് വന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മഴയുണ്ട്. അത്യാവശ്യം ഒരു നല്ല മഴയൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് തെന്നി കിടക്കുന്നത് ചെളിയൊക്കെ ഉണ്ട്. ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടോ അവിടെ നല്ല പുല്ലൊക്കെ പിടിച്ച് ഉണ്ടോ, ചെളിയുണ്ടോ, നല്ലൊരു ചെളിയൊക്കെ തെറിപ്പിച്ചിട്ടുണ്ടല്ലേ. മഴയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കേണ്ടത് കാണാം. നമുക്കിപ്പോൾ ആ വെള്ളത്തിലേക്കൂടെ ചാടിച്ച് നമ്മൾ പോരുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഓഫ് റോഡും കാര്യങ്ങളും. നമ്മൾ 800 പറ്റിയൊരു ഓഫ് റോഡ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലും വലിയ ഓഫ് റോഡിൽ ഇറക്കാൻ വണ്ടിയൊക്കെ അടി തട്ടി എന്നെ പോകാൻ പറ്റില്ലാത്ത രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വന്നിട്ട് ഇനി നമ്മൾ ഇപ്പം നമ്മൾ ആ മലയുടെ മേളിൽ എത്തിയിട്ടുണ്ട്. ഓഫ് റോഡൊക്കെ കയറി നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട്. മേൽഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്നുകൊണ്ടുള്ള താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂസൊക്കെ കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. നല്ല അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ കയറി വന്ന വഴിയാണ്. താഴത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം കയറി വന്നതിൻ്റെ ഭാഗം. അപ്പോൾ അവിടുന്ന് കയറി വന്നിട്ട് നിൽക്കുന്ന ഭാഗം ഇപ്പോൾ ഉണ്ട്. നല്ല മഞ്ഞുണ്ട്. അത്യാവശ്യം മഞ്ഞൊക്കെ ഏതാണ്ട് നമുക്ക് താഴെ നിന്ന് കാണാൻ ഉള്ളതിൽ മഞ്ഞൊക്കെയാണ്. പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. നന്നായിട്ട് പച്ചപ്പുള്ള പ്രദേശങ്ങളായതുകൊണ്ട് നല്ല ഭംഗിയിൽ കാണാനും കഴിയും. അപ്പോൾ അതിൽ നല്ല മേളിയെ നോക്കുമ്പോൾ ആകാശമൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ മഞ്ഞ് കിടക്കുന്നതുകൊണ്ട്, കോടമഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. എന്നാണെങ്കിലും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമായതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പറ്റുന്ന ചെറിയ രീതിയിലൊക്കെ ഒരു ഓഫ് റോഡ് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് കാരണം കൊണ്ട് അത് കയറി വന്ന കയറ്റമൊക്കെ അത്രയ്ക്ക് നല്ല കയറ്റമുണ്ട്. നമ്മുടെ വണ്ടി കയറി വന്നു, അത് കാരണം കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വലിയ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമുക്കവിടെ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നല്ലോ. നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ടാണ് അങ്ങനെ.
എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വളരെ നല്ല സ്ഥലമായിരുന്നു. ഇപ്പം കയറിയിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗമാണ്. മലയാളവാൻ്റെ മേളിൽ മണ്ടയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരണതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ നല്ല ഇതായിരുന്നു, നല്ല രസമായിരുന്നു. എന്തായാലും വണ്ടി അവിടെ വരെയൊക്കെ ഓടിച്ച് കയറ്റാൻ നമുക്ക് പറ്റിയ വഴിയുണ്ട്. എന്തായാലും കുഴപ്പമില്ല, വഴിയൊക്കെ ഉള്ള സ്ഥലമാണ്. അതിൽ കൂടെ പുല്ലൊക്കെ പിടിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല, കാണാൻ നല്ല പ്രദേശമായതുകൊണ്ട്, പൊക്കത്തായതുകൊണ്ട് മലയാള കാണാനൊക്കെ നല്ല സ്ഥലമായിരുന്നു. അതാണ് തിരിച്ചിറങ്ങുന്ന ഭാഗം കാണുന്നപ്പോൾ തന്നെ നല്ല വണ്ടായി തിരിച്ചിറങ്ങി വരുന്നോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. നമ്മൾ താഴത്തേക്ക് എത്താറായിട്ടുണ്ട് ഇപ്പോൾ തിരിച്ച്. ആ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയപ്പോൾ നമ്മളതൊന്ന് അവിടെ തന്നെ വെച്ച് അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള കുഴപ്പമില്ല, എന്നാലും അത് പെട്ടെന്ന് റെഡിയാക്കാൻ കഴിഞ്ഞു. അത് നമ്മൾ വീണ്ടും അവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ചെറിയ പണി കിട്ടിയതാണ്, എന്നാലും കുഴപ്പമില്ല. അവിടെ തന്നെ വെച്ച് നമ്മൾ റിപ്പയർ ചെയ്തു പോരാൻ കഴിഞ്ഞു നമുക്കത്. അത് തന്നെ വലിയ കാര്യം. തിരിച്ചിറങ്ങി പോരാൻ നമ്മളപ്പോൾ ഇറക്കമായതുകൊണ്ട് നമുക്ക് പതിയെ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഓഫ് റോഡും മറ്റുള്ള വീഡിയോസും വണ്ടിയുടെ വീഡിയോസും മോഡിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട്, ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഇങ്ങനെ വീണ്ടും വരുന്നതായിരിക്കും. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരത്തേക്കും ബൈ.